ഹലോ പത്തനംതിട്ട പ്രൊമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ അനിയെ നവിയായിട്ടുള്ള സംസാരമാണ് കാണിക്കുന്നത്. അപ്പോൾ നിൻ്റെ മനസ്സിൽ ഈ ഒരു വിഷമിച്ച് നിൽക്കുന്നത് ഇപ്പോൾ കാണുമ്പോൾ നവിക്ക് പറയുന്നുണ്ട് അതുപോലെ അവൻ നന്ദുവിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് നിൽക്കുമായിരിക്കും. പക്ഷേ അതൊന്നും പുറത്ത് കാണിക്കാതെ തന്നെ നവ്യ പറയുന്നുണ്ട്, നീ ആരെയാണ് മനസ്സിൽ കരുതുന്നറിയാം. നന്ദുവിനെ കുറിച്ചിട്ട് ഒരു കാരണവശാലും അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ, അവിടെ വിവാഹം കഴിച്ചുകൊണ്ട് രണ്ടുപേർ ഇങ്ങോട്ട് വന്നു, അതിൻ്റെ പിന്നാലെ മൂന്നാമതൊരാൾ കൂടി വരേണ്ട ആവശ്യമില്ല, അതിനുള്ള സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനി തിരിച്ച് ചോദിക്കുന്നുണ്ട്, അതിന് ആര് പറഞ്ഞു അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നത്, ഞാനത് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയണം. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു സംസാരങ്ങൾ. അപ്പോൾ നബി തന്നെ പറയുന്നുണ്ട് മറുപടിയായിട്ട്, ഇവിടെ ഒരു കുടുംബനാഥൻ മുത്തശ്ശനുണ്ട്, അദ്ദേഹം തീരുമാനിക്കുന്ന എന്താ കാര്യം എന്ന് വെച്ചാൽ അത് തന്നെ നടക്കും എന്ന് തറപ്പിച്ച് പറയുകയാണ് കേട്ടോ. അതിനുശേഷം നവ്യ നേരെ ചെല്ലുന്നത് അഭിയടുത്തേക്കാണ്. അഭിയടുത്തി എന്ന് പറയുന്നുണ്ട്, ഒരുത്തനവിടെ ഞാനിങ്ങോട്ട് പോകുമ്പോൾ ഒരുത്തനെ കണ്ടിട്ടുണ്ടായിരുന്നു, അവനവിടെ വിഷമിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്, അവൻ്റെ മനസ്സിൽ ഇപ്പോഴും നന്ദുവാണെന്ന് തോന്നുന്നു, ഞാൻ തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നന്ദുവായിട്ടുള്ള വിവാഹം നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുകയാണ്. പിന്നീട് അവന്തിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പോൾ അവന്തിയായിട്ടുള്ള വിവാഹം ഉറപ്പിച്ച് വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ നവീനിലേക്ക് പറയുന്നുണ്ട് അബിയുടെ അടുത്ത്, ഇതുപോലെ അവന്തിക നമ്മളുടെ കൂടെ അല്ല നിൽക്കുന്നത്, നമ്മൾക്കെതിരായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അബി പറയുന്നുണ്ട്, അതൊന്നും കാര്യമാക്കണ്ട, ചിലപ്പോൾ അവളുടെ മനസ്സിൽ എന്തായിരിക്കും എന്നറിയില്ല, അവൾ ചിലപ്പോൾ നമ്മളുടെ ഭാഗത്തായിരിക്കും, അവളുടെ മനസ്സുകൊണ്ട് അങ്ങനെ ആണെങ്കിൽ കൂടി പുറമെ കാണിക്കാതിരിക്കുന്നതായിരിക്കും, അതുകൊണ്ടാണല്ലോ. അപ്പോൾ അഭി ചോദിക്കുന്നത്, അതെന്താ അങ്ങനെ? അല്ല, അതുകൊണ്ടാണല്ലോ, അപ്പോൾ അവൾ ചിലപ്പോൾ അഭിനയമായിക്കൂടാന്നില്ല, അതുകൊണ്ടാണല്ലോ അവളുടെ വിവാഹം, അവൾ ഈ ഒരു തറവാട്ടിൽ തന്നെ പുറത്തോട്ട് പോകേണ്ട, ഇവിടെ തന്നെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിക്കുന്നു, അവളുടെ ആ ഒരു നിൽപ്പുകൊണ്ടായിരിക്കില്ല, അതുകൊണ്ട് അവളെങ്ങനെ ശത്രുവായിട്ട് കാണണ്ട എന്നുള്ള രീതിയിലൊക്കെ അഭി പറയുന്നത്. അപ്പോൾ അബിയുടെ ഓരോ മനസ്സിലിരിക്കുന്ന വിവരങ്ങളും ചോർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നബി ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നന്ദുവിനെ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരണ്ട, അതിന് യാതൊരു കാരണവശാലും അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ പുതിയൊരു മത്സരം, അതിലേക്ക് ആ ഒരു സമയത്ത് ആദർശ് ചിലപ്പോൾ കൂടെ വരുന്നുണ്ടാവും, അങ്ങനെ ഒരു കാരണവശാലും അയാൾ ജയിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ നബിയെയും വിളിക്കുന്നുണ്ടായിരുന്നു അബി കൂടെ വരാനായിട്ട്. അപ്പോൾ നബി പറയുന്നുണ്ട്, ഒരിക്കലും അയാൾ ജയിക്കാൻ പാടില്ല. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ നിന്നെ പിന്നെയും പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയോ അയാൾ? ഇല്ല, പുതുതായിട്ട് ഇനിയിപ്പോൾ എന്ത് തെറ്റിദ്ധരിപ്പിക്കാനാ, പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഞാനാണെങ്കിൽ ആ ഒരു സമയത്ത് മെഡിക്കൽ പരിശോധന വരെ നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് പിന്നെ ആ ഒരു കുട്ടിയുടെ DNA ടെസ്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത്, അപ്പോൾ ചന്തുമോളുടെ. അപ്പോൾ അതിൽ എനിക്ക് ഡേവിഡ് സാർ എന്നെ ഹെൽപ്പ് ചെയ്തത്, അന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് നിൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല എന്നൊക്കെ പറയണം. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് അഭി സത്യത്തിൽ മനസ്സുകൊണ്ട് ചിരിക്കുകയാണ്. കാരണം അനിക്കയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ താനാണെന്ന് അറിയാമല്ലോ. പക്ഷേ നബി ഇങ്ങനെ പൊട്ടത്തരം പറയുകയാണെന്ന് കരുതിയാണ് അബി ഇങ്ങനെ പുറമേ ചിരിക്കുന്നത്, പുറമേ അല്ല ഉള്ളിൽ ചിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പിന്നീട് പുറത്ത് രാവിലെ പിറ്റേന്ന് രാവിലെ ഇതുപോലെ അടിയിലിന് പോകാനായിട്ട് സമയത്ത് മുത്തശ്ശൻ്റെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിയിരുന്നു. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, മുത്തശ്ശിയുടെ മറ്റുള്ളവരൊക്കെ അനുഗ്രഹം വാങ്ങി ചോദിക്കുന്നു. വാങ്ങി മുത്തശ്ശ എന്ന് പറയുന്നു. അപ്പം നമുക്ക് തന്നെ ഈ ഡീൽ ഉറപ്പിക്കണം എന്നുള്ള രീതിയിൽ മനസ്സിൽ മുത്തശ്ശൻ ആദർശിനെയും നയനെയും ഒക്കെ ഓർക്കുന്നുണ്ട്, അവരുടെ നയനയുടെ ആ ഡിസൈൻ, അതിൻ്റെ സപ്പോർട്ടും. അപ്പോൾ ആദർശന് അതുകൂടി ഒരു ക്രെഡിറ്റ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് മനസ്സിൽ കാണുന്നത്. പക്ഷേ പുറമേ മുത്തശ്ശൻ ഒരിക്കലും ആദർശന് സപ്പോർട്ട് ചെയ്ത് പറയുന്നില്ല. പിന്നീടാണെങ്കിൽ നവ്യാണെങ്കിൽ രാവിലെ അമ്പലത്തിലൊക്കെ പോകുന്നു. അപ്പോൾ അഭിയുടെ വിളിക്കുമ്പോൾ അഭി പറയുന്നില്ല, വരുന്നില്ല, നീ പോയിട്ട് വരാൻ പറയുന്നു. നവ്യ അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നത് മൂർത്തീസ് ജ്വല്ലറിയുടെ വിജയത്തെക്കുറിച്ചിട്ട്, അതിനാണ് മൂർത്തീസ് ജ്വല്ലറിക്ക് വേണം ഉയർച്ച ഉണ്ടാവാൻ, അവർക്ക് കിട്ടണം ഈ ഒരു ഡീൽ, അങ്ങനെയാണ് നവ്യ പ്രാർത്ഥിക്കുന്നത്. അപ്പോഴേക്കും അവിടെ വെച്ച് തന്നെ ആദർശിനെയും നായനെയും കാണുന്നുണ്ട്. പക്ഷേ പുറമേ അതൊന്നും കാണിക്കുന്നില്ല, അവരുടെ അടുത്ത് ഒന്നുകൂടെ ചുടിപ്പിച്ചിട്ടാണ് സംസാരിക്കുന്നത്, ഇനിയിപ്പോൾ ഡീൽ കിട്ടില്ല എന്നുള്ള മട്ടിലും. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ആദർശ് നീ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്, നിൻ്റെ അനിയത്തിക്ക് വേണ്ടിയാണോ അതോ മറ്റൊരു അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജ്വല്ലറിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. അങ്ങനെ ചുട്ട മറുപടി തന്നെ നബി കൊടുക്കുന്നത്. പക്ഷേ നബിയുടെ മനസ്സിൽ നയനയോടും ആദർശിനോടൊക്കെ സ്നേഹം മാത്രമേ ഉള്ളൂ. അതുപോലെ ആ ഒരു മൂർത്തിശൂലയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നവ്യ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ പുറമേ കാണിക്കുന്നില്ല. അപ്പോൾ ആദർശിനോട് നയന പറയുന്നുണ്ട്, എന്തിനാണ് ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചേച്ചിയെടുത്ത് പറയാൻ പോയത്, ചേച്ചിയുടെ സംസാരവും സ്വഭാവവും ഒന്നും മാറാൻ പോകുന്നില്ല, എത്ര ആയാലും അതങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു രംഗത്തോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആ ഒരു ആദർശിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ആ ഒരു വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വിശേഷങ്ങൾക്കായിട്ട് കുഞ്ഞ് ചാനലാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ.